സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ SFI ആക്രമണങ്ങളിൽ നടപടിയെടുക്കാതെ പോലീസ് ഗവർണറെ വഴിയിൽ തടഞ്ഞ് മർദ്ദിക്കാൻ ശ്രമിച്ചതടക്കം നിരവധി കേസുകളിൽ SFI പ്രവർത്തകർ പ്രതികളാണ്. CPI നേതാക്കൾക്ക് പുറമെ തലസ്ഥാനത്തെ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരും SFI പ്രവർത്തകർക്ക് തണലൊരുക്കുകയാണ്. സമാനതകളില്ലാത്ത അക്രമ സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം SFI നടത്തിയത്. സർവകലാശാലകളും ക്യാമ്പസും യുദ്ധക്കളമാക്കി മാറ്റി. ഗവർണറെ വഴിയിൽ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതും കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് നേരെ അക്രമം നടത്തിയതുമടക്കം നിരവധി കേസുകളാണ് SFIക്കെതിരെ ഉള്ളത്. ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ നടത്തിയ കൊലവിളികൾ വേറെയും. ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും ഇതിലൊന്നും യാതൊരു നടപടിയും എടുക്കാൻ സർക്കാരോ പോലീസോ തയ്യാറായിട്ടില്ല. CPM DYFI ഒത്താശയോടെയാണ് ഈ സമരങ്ങളെല്ലാം നടന്നത്. കേരള സർവകലാശാലയിലെ സമരങ്ങൾക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിൻബലവും ഉണ്ടായിരുന്നു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അധികൃതർക്ക് മൗനം മാത്രമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പിൻബലം കൂടിയാണ് SFI ക്യാമ്പസിൽ പോർക്കളമാക്കി മാറ്റിയത് എന്നാണ് വിമർശനം. അടുത്ത കാലത്ത് കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI നടത്തുന്നത് തികച്ചും ക്രിമിനൽ പ്രവർത്തനങ്ങൾ തന്നെയാണ്. സർവകലാശാല ആസ്ഥാനത്ത് SFI നേതാക്കൾ എന്ന പേരിൽ ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ സ്ഥിരമായിട്ട് തമ്പടിക്കുന്നതും സർവകലാശാലയുടെ സുഗമവും സുരക്ഷിതവുമായ പ്രവർത്തനത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് സർവകലാശാലയെ ഇത്തരം ക്രിമിനൽ സംഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട ചാൻസലറിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. SFI ആക്രമണങ്ങൾ മൂലം ക്യാമ്പസുകളിലേക്ക് മക്കളെ വിടാൻ പോലും രക്ഷിതാക്കൾക്ക് ഭയമാണ്. മെഡിക്കൽ സർവകലാശാല ഒഴികെയുള്ള എല്ലാ സംസ്ഥാനത്തെ സർവകലാശാലകളിലും ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. നിലവാര തകർച്ചയും ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകളിലെയും അക്രമങ്ങളുമാണ് ഇതിന് കാരണം. പാഠ്യപദ്ധതിയുടെ ഗുണനിലവാരം കുറഞ്ഞു. കൃത്യമായ പരിശോധനകളില്ലാതെയാണ് PhD ബിരുദങ്ങൾ നൽകുന്നത്. ഇത് അക്കാദമിക് നിലവാരത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 14 സർവകലാശാലകൾ ഉള്ളതിൽ 4 മാത്രമാണ് സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളത്. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനായി ചാൻസലർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങളെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ റിട്ട് ഹർജികൾ ഫയൽ ചെയ്ത് സ്റ്റേ വാങ്ങുകയും ചെയ്തു. ഇതിനാൽ നിയമനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല. വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കരുതെന്ന് സർക്കാർ CPM സർവകലാശാല സെനറ്റുകൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതെല്ലാം സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ സർക്കാരിന്റെ വാദം തന്നെ പൊളിയുന്നതാണ് ഗുണനിലവാര തകർച്ചയിലൂടെ വ്യക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം.